ഏത് സമയമായാലും ഇത് പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്. നടന്നു വന്നപ്പോൾ ആ ഇഴഞ്ഞിന്തു ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ കിടന്നത്. ഇവിടുന്ന് ഈ മൊത്തത്തിൽ മറിഞ്ഞ അങ്ങേയല്ല. അപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ മയ്യനാട് വലിയവിള എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ എത്തിപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ നമ്മൾ കാണിച്ചു തരികയാണ്. ഇത് ഈ ഒരു വഴി കണ്ടോ, അതായത് കല്ലും അതുപോലെ പാറകളും ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ ഒരു വഴി കണ്ടില്ലേ, ഇതിൽ നമുക്ക് നടന്ന് തന്നെ പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയ്ക്കും പ്രശ്നമുള്ള ഒരു വഴിയാണ്. പാറകളും ഒക്കെ ഇങ്ങനെ വലുതായിട്ട് തള്ളി നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം. രണ്ട് മതിലിൻ്റെ ഇടയിലൂടെയുള്ള ഈ ഒരു വഴി നടന്ന് പോകുന്നവർക്ക് തന്നെ വലിയ പാടാണ്. എന്നാൽ ഇതുവഴി ഒരു ഭിന്നശേഷിക്കാരൻ, 34 വയസ്സുള്ള ഒരു ഭിന്നശേഷിക്കാരൻ, ശ്യാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഇതിലൂടെ ഇഴഞ്ഞാണ് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ മതിലുണ്ടില്ലേ, ഈ വലിയ ഉയരത്തിൽ ഉള്ള ഒരു മതിലാണ്. ഈ മതിൽ വലിയ രീതിയിൽ തള്ളി ഒരു ബഡ്ജ് ചെയ്തിങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ദൃശ്യങ്ങളിലൂടെ അത് എത്രത്തോളം കാണാൻ കഴിയുമെന്ന് നമുക്കറിയാൻ വയ്യ. എന്നിരുന്നാൽ പോലും വലിയ രീതിയിലൊരു അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ്. കാരണം ഇനി വരുന്ന ഒരു മഴക്കാലത്ത് ശക്തമായ ഒരു മഴയിലുണ്ടെങ്കിൽ ഈ മതിലും അതുപോലെ തന്നെ ഈ മതിലിൻ്റെ അപ്പുറത്ത് കാണുന്ന വീടും ആ സ്ഥലങ്ങളെല്ലാം വലിയ രീതിയിൽ ഇടിഞ്ഞ് നേരെ വന്ന് പതിക്കുന്നത് ഇവരുടെ ഒരു വീട്ടിലേക്കായിരിക്കും. അത്രയ്ക്കും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഒരു മതിലെന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരനായ ശ്യാം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളെ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു 6:30-7 മണിയോടുകൂടി ഇവിടെ നിന്നും ഒരു നൃത്ത പരിശീലനത്തിനായി സമീപത്തെ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ ഈ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ആ കുട്ടിയുടെ കാലിൽ ഒരു പാമ്പ് കടിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം അവർ കൊച്ചുമോളും മരുമോനുമായിട്ട് ഇങ്ങനെ റോഡിലോട്ട് പോയി കൊച്ചുമോക്ക് ഈ ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പം അവളെ ഒന്ന് 6:30 മണിയായതുകൊണ്ട് ശകലം നേരം വൈകിയുണ്ട്. മരുമോൻ പറഞ്ഞ് ഞാൻ കടയിലോട്ട് പോവുകയാണ്, മോളെയും കൂടെ അങ്ങോട്ട് ആക്കിത്തരാം എന്ന് പറഞ്ഞ് അങ്ങനെ അവൾ മുമ്പേ ഓടി അങ്ങ് മേളിൽ കയറിയപ്പോൾ അവിടെ എന്തോ കിടന്നു. അതിൻ്റെ പുറകെ തന്നെ മരുമോനും ചെന്നു. അപ്പോൾ ആ മേളിൽ ചെന്നപ്പോൾ തന്നെ ഏതാണ്ട് കിടക്കുന്നത് അവൾക്ക് കണ്ടില്ല. പക്ഷേ ചവിട്ടിയപ്പോൾ എന്തോ കടിച്ചതായിട്ട് തോന്നുന്നില്ല. കാലെടുത്ത് ഇങ്ങനെ വെട്ടിച്ച് കുടഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് വന്ന് വീണത്, മരുമോൻ്റെ അടുത്ത് വന്ന് വീണു. അപ്പോൾ അവൻ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഇഴജന്തുവാ, അണലിക്കുഞ്ഞാണോ പാമ്പും കുഞ്ഞാണോ എന്തോന്ന് അറിയാൻ വയ്യാതെ ഇഴഞ്ഞ് ആ ചെടിയുടെ ഇടയിലോട്ടങ്ങ് കയറി ആ മൊബൈലിൻ്റെ വെട്ടത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് എന്തുവാണെന്ന് തിരിച്ചറിയാൻ വയ്യ. അപ്പോൾ മോളടുത്ത് ചോദിച്ചാൽ എന്തെങ്കിലും കടിച്ചോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇല്ലെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് എന്നാലും ഒരു സംശയം കൊണ്ട് അവൻ അത് ഇഴഞ്ഞും പോയി ഇവിടെ എടുത്തെറിഞ്ഞപ്പോഴാണ് അത് വന്ന് താഴെ വീണത്. ചെന്ന് നോക്കിയപ്പോൾ കാലിൽ കൂടെ രക്തം ഇങ്ങനെ വരുന്നു. അങ്ങനെ അപ്പോഴത്തന്നെ ഓടി ആ കൊച്ചിനെയും പിടിച്ച് അകത്ത് വന്ന് ഞങ്ങളെല്ലാം അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്തുവാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ മോളെ എന്തോ കടിച്ച് ഇപ്പം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, കൊച്ചിൻ്റെ തള്ളയെ വിളിക്കാൻ. അങ്ങനെ അവർ എല്ലാവരുമായിട്ട് 3 പേരും കൂടെ അപ്പോൾ തന്നെ ആട്ടോ വന്ന് കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നു ICUയിൽ ആക്കി. ICUയിൽ നിന്ന് പുറത്തെടുത്തില്ല. ഇന്ന് ഉച്ചവരെയും ഇറങ്ങിയില്ല. ആ കടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ വഴിയിൽ അവിടെ വെളിച്ചം പോലും ശരിയായി കാണത്തില്ല. മൊബൈലിലെ ടോർച്ച് കത്തിച്ചുകൊണ്ട് വേണം അവർക്ക് പോകാൻ. അവിടെ പോസ്റ്റിലെങ്ങും ലൈറ്റില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ നിന്ന് ആ പാറക്കെട്ടിയിൽ നിന്ന് ഒരു പാമ്പിറങ്ങി വന്ന് കടിച്ചതും. ആ കുട്ടി ഇപ്പോൾ ഇവിടുത്തെ കൊട്ടിയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഈ മതിൽ പൊട്ടി ഇരിക്കുക, ഈ മോന് ഇഴഞ്ഞു പോകാനൊന്നും പാങ്ങില്ല. അപ്പം ഈ മതിൽ എപ്പോഴും ഏത് സമയമായാലും ഇത് പൊട്ടി വീഴാൻ സാധ്യതയുണ്ട്, പൊട്ടി ഇരിക്കുക. അപ്പം ഈ മഴ വരുമ്പോഴത്തേക്ക് അവിടുത്തെ വെള്ളവും ഇവിടുത്തെ വെള്ളവും ഊറ്റും എല്ലാം ആകുമ്പോൾ ഇത് കുറേ കൂടെ ഇനി തെള്ളും. പഞ്ചായത്ത് അധികൃതരെടുത്തൊക്കെ ഇവർ പല പ്രാവശ്യം പരാതി കൊടുത്തു. ഈ ഇരിക്കുന്ന ഭിന്നശേഷിക്കാരനായ ഈ ശ്യാം, അദ്ദേഹം തന്നെ പരാതി പല പ്രാവശ്യവും പഞ്ചായത്തിൽ കൊടുത്തതാണ്. ഇവരുടെ വീട്ടുകാരൊക്കെ പലപ്പോഴും പഞ്ചായത്തിൽ കയറി ഇറങ്ങിയിട്ട് പോലും ഈ വീട്ടിലൊന്ന് വരാൻ പോലും പഞ്ചായത്ത് മെമ്പറോ അതല്ലെങ്കിൽ പഞ്ചായത്തിലെ മറ്റ് അധികൃതരോ ആരും തന്നെ തയ്യാറായിട്ടില്ല നാളെ ഇതുവരെ. ഇതിനു മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകൾ വലിയ രീതിയിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്നിട്ട് പോലും പഞ്ചായത്ത് അധികൃതർ ഇപ്പോഴും ഉറക്കത്തിലാണ്. എന്തുകൊണ്ടാണോ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ കണ്ണ് തുറക്കാത്തത് എന്തെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. ഏതായാലും പഞ്ചായത്ത് ഉടൻ തന്നെ ഇനിയെങ്കിലും ഇവിടെ എത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ നാണക്കേട് തന്നെയാണ്. നിങ്ങളുടെ ഒരു പ്രധാന സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു ദുരാവസ്ഥ. അതും ഒരു ഭിന്നശേഷിക്കാരൻ, വളരെ വലിയ രീതിയിലുള്ള ഒരു ഭിന്നശേഷിക്കാരനാണ് അദ്ദേഹത്തിന്
സംസാരം പോലും വ്യക്തമാവത്തില്ല. അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് ജന്മനാ മുതൽ. ആ ഒരു മനുഷ്യൻ ഇതുവഴി ഇഴഞ്ഞു പോകുന്ന സാഹചര്യം തന്നെ പല ദൃശ്യ മാധ്യമങ്ങളിലും വന്നതാണ്. എന്നിട്ട് പോലും പഞ്ചായത്ത് അധികൃതർ ഇവിടെയൊന്നും വരാൻ പോലും കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം തന്നെയാണ്.